തിരുവനന്തപുരം നന്തൻകുടന്നോ PMGയിലെന്നോ അല്ലെങ്കിൽ പ്ലാമൂടെന്നോ ഇവിടെ നിന്നെല്ലാം വളരെ പെട്ടെന്ന് എത്താവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹോളി ഏഞ്ചൽ സ്കൂളിന് തൊട്ട് പിൻവശത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 30 സെൻറ്റിൽ 6000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. വീട് വന്നിട്ട് ഇത്തിരി പഴക്കമുണ്ട്, പക്ഷേ ഫുള്ള് നല്ല കണ്ടീഷനിലുള്ള ഒരു വീടാണ്. എന്നു വെച്ചാൽ 93-ൽ നിർമ്മിച്ച വീടാണ്, പക്ഷേ ഫുള്ളായിട്ട് ഇഷ്ടികയിലും കരിങ്കല്ലും ആ രീതിയിൽ ചെയ്തെടുത്തൊരു വീടായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പുത്തൻ കണ്ടീഷനിലേക്ക് ഒരു വലിയൊരു കൊട്ടാരം കണക്കാക്കിയെടുക്കാൻ പറ്റുന്ന 6000 സ്ക്വയർ ഫീറ്റിലെ വലിയൊരു വീടുണ്ട്. പിന്നെ ഇത് 30 സെൻറ്റ് എന്നുള്ളത് നമുക്ക് 20 സെൻറ്റ് സ്ഥലത്താണ് ഈ വീടിരിപ്പ് വരുന്നത് കേട്ടോ. ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ 10 സെൻറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കി നമുക്ക് വിൽക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വൈലോപ്പള്ളി സംസ്കൃതി ഭവന് തൊട്ടടുത്താണ്. ഇപ്പം നന്തൻകുടം നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും PMGയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും അതല്ല നമ്മുടെ പ്ലാമൂട് നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ ആർച്ചിൻ്റെ വലതുവശത്തൂടെ തന്നെ കാണുന്ന നളന്ത ജ്ഞാനോദയം ലൈൻ അതുവഴി നമ്മൾ അകത്തേക്ക് കയറി നേരെ ഇങ്ങ് വന്നാൽ മതി. NRA 9 എന്നാണ് വീട്ട് നമ്പർ. ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. കയറി വരുമ്പം വളരെ വലിയൊരു കോമ്പൗണ്ടാണ്. നമുക്ക് എത്ര വണ്ടി, ഒരു 10, 20, 30 വണ്ടി കൊണ്ടുവന്നാലും നമുക്ക് ഈ കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു 10 സെൻറ്റ് സ്ഥലം നമുക്ക് ആ റോഡ് ഫ്രണ്ടേജിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 20 സെൻറ്റും വീടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് 10 സെൻറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാനും സാധിക്കും. ഇതിൻ്റെ ചുറ്റോട്ടം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ പിൻവശത്ത് കാണുന്ന കോമ്പൗണ്ട്, ഈ കെട്ടിടങ്ങളെല്ലാം വന്നിട്ട് ഹോളി ഏഞ്ചൽ സ്കൂളിൻ്റെ കെട്ടിടങ്ങളാണ്. ആ സ്കൂളിൻ്റെ കെട്ടിടത്തിന് ഒരു മതിലാണ്, നമ്മുടെ ഒരു മതിലപ്പുറത്ത് സ്കൂളാണ്. ആ രീതിയിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രീമിയം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം കേട്ടോ. ആ രീതിയിൽ നന്തൻകോട് ജംഗ്ഷനൊക്കെ വളരെയേറെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ പിൻവശത്ത് നമുക്ക് കുറേ പുകയെടുപ്പും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കുറേയധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, കിണറുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ശരിക്കും ഈ വീടിനകമെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമല്ല, പാലസിൽ പോകുമ്പോൾ ഉള്ളൊരു കണക്കാണ് കേട്ടോ. അത്രയ്ക്കും വലുതാണ്. അകത്തേക്ക് അത്ര അധികം ഗ്രാൻഡായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഗ്രാൻഡായിട്ടുള്ള വാതിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊട്ടാരം കണക്കുള്ള വീടാണ്. നമുക്ക് കൊട്ടാരത്തിൻ്റെ ഒരു വലിയ വാതിൽ കണക്ക് അത്രയും ഗ്രാൻഡായിട്ടുള്ള വർക്കുകളാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ട് നമുക്ക് റൂം കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് എങ്ങനെയാ വെച്ചാൽ നമുക്ക് ആ ഒരു വരാന്ത സ്പേസിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കയറാനായിട്ട് എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു ഡോക്ടറെ വീടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഓഫീസ് പർപ്പസോ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു റൂമാണ്. അവിടെ നിന്ന് കയറി വരുമ്പോൾ അടുത്തൊരു വലിയൊരു കോമൺ സ്പേസ് ആണ്. നമുക്ക് കിച്ചൺ വന്നിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഓപ്പൺ കൗണ്ടറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇത് ആ കാലത്തെ ഒരു ലക്ഷറി ആയിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ ഒന്നും ഇവിടെ ആയിട്ട് വരുന്നില്ല. സ്റ്റൗ ഇതിൻ്റെ മേളിലെടുത്ത് വെക്കേണ്ടതായിട്ട് വരും. ഇവിടെ ആയിട്ട് സിങ്കും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതെല്ലാം തന്നെ തേക്കന്തടിയിലാണ് ഈ സംഭവം എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വലിയൊരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് പോകുന്നത് വീണ്ടും കിച്ചണിൻ്റെ അടുത്തൊരു എക്സ്റ്റൻഷനാണ്. നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ പോലെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനും ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ ഇതുപോലെ ഗ്രാൻഡായിട്ട് 3 വാതിലാണ് കേട്ടോ. അത് തുറന്നു കഴിഞ്ഞാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഈ കാണിക്കുന്ന പ്രോപ്പർട്ടിയിൽ നമുക്ക് ഈ വീടിനല്ല വില കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ, സ്ഥലത്തിനാണ് വില കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു വീടായതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കാണിച്ചു തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്നത്. ഇത് വയ്ക്കുക, മാർബിളിലൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ലാമ്പാണ്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇതുവഴി നമ്മുടെ കാർ പോർച്ചിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ആക്സസും വരുവേ. അതായത് കാർ പോർച്ചിൽ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇതുവഴിയും വീട്ടിനകത്തേക്ക് കയറി വരാവുന്നതാണ്. നമുക്ക് താഴത്തെ നിലയിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ്. ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡും കാര്യങ്ങളും എല്ലാം തന്നെ കാണാൻ സാധിക്കും. ബാത്റൂം എല്ലാം തന്നെ അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മേളത്തെ ബാത്റൂംസ് ഞാൻ കാണിച്ചു തരാം. അവിടേക്കാണെങ്കിൽ ഫുള്ളായിട്ട് ബാത്ത് ടബും അങ്ങനെയുള്ള ആഡംബരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പഴയ കാലത്ത് ഏതെങ്കിലും സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പം വീട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആപ്റ്റാണ് കേട്ടോ. ആ രീതിയിലാണ് നമുക്കിതിനകത്തുള്ള പല കാഴ്ചകളും. ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റേഴ്സ് വരുന്നത്. ഭയങ്കര വീതിക്കാണുള്ളത്. ഇത്രയും വീതിയുള്ള സ്റ്റേഴ്സാണ്. ഇത് ഫുള്ള് വുഡൻ ഫ്ലോറിങ്ങും ചെയ്തിട്ടുണ്ട്. വുഡിൽ തന്നെയാണ് നമുക്കിതാ ഈ കാണുന്ന പോലെ അതിൻ്റെ റെയിലിങ്സ് ഒരുക്കിയിട്ടുള്ളത്. മേളിലേക്ക് കയറി വരുമ്പോഴും ഇതാ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ട്.
ഇവിടെ നിന്ന് നമ്മുടെ നടുത്തളത്തിലേക്ക് ഒരു ലുക്ക് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റിയാണ് റെയിലിങ്സ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും താഴോട്ട് വീണ് പോയാലോ. അപ്പോൾ നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ടോട്ടൽ 4 ബെഡ്റൂംസാണ്. അതിൽ 3 റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയിലേക്ക് പോകും. അവിടെ ഒരു റൂം കണക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു ഈ റൂം തുറന്നു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മുടെ അലമാര പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിറകിലെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെയുള്ള 3 ബെഡ്റൂംസിലും നമുക്കിതുപോലെ വലിയ ബാത്ത് ടബും സൗകര്യങ്ങളും എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് ഇനിയും 3 ബെഡ്റൂം ഈ ഒരു നിലയിൽ വരുന്നുണ്ട്. 1, 2, 3. ഇത് ശരിക്കും ഒരു ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യേണ്ട, നമുക്കൊരു സ്റ്റഡി റൂമായിട്ടോ ലൈബ്രറി ആയിട്ടോ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു റൂമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല. ഇത് അടുത്ത് വരുന്ന വലിയൊരു ബെഡ്റൂമാണ്. ഇതുപോലെ വലിയ റൂം, അതിൻ്റെ ചേർന്ന് തന്നെ ഇതുപോലെ ഡ്രസ്സിങ് റൂം, അവിടെ തന്നെ ഫുള്ളായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാത്റൂം സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചതുപോലെ തന്നെ വലിയ ബാത്ത് ടബും സൗകര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള വലിയ റൂമാണ്. നമ്മുടെ വീടിനുള്ളിലുള്ള ഒരു ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ഡിസൈനാണ് കണ്ടോ, ഗ്രാൻഡായിട്ടുള്ള കൊത്തുപണിയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നാണ് നമുക്കിതിനെല്ലാം മെഷീൻ വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉള്ളത്. ഇതൊക്കെ 93 ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അത്രയും നല്ല നീറ്റായിട്ടുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു ഡ്രസ്സിംഗ് റൂം വരും. ഇത് കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടുള്ള വലിയൊരു റൂമാണ് കേട്ടോ. ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ. അത്രയധികം സൗകര്യങ്ങൾ ഈ ഒരു റൂമിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ രീതിയിലാണ് ഒരു ടവർ റൂം കെട്ടി അവിടെ നിന്ന് ടെറസിലേക്ക് എൻട്രി വരും. ഇവിടെ നിന്ന് തൊട്ടടുത്ത് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നത് നമ്മുടെ ഹോളി ഏഞ്ചൽ സ്കൂളാണ്. സ്കൂളിൻ്റെ കോമ്പൗണ്ടിന് ഒരു മതിലപ്പുറത്താണ് സ്കൂള്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നത് കാണാം കണ്ടോ. ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടമാണ് കേട്ടോ. ഈ ചുറ്റുവട്ടം ഞാൻ നേരത്തെ കാണിച്ചില്ല എന്നുണ്ട്. അതായത് നോക്കി, ഇവിടെ എല്ലാം തന്നെ ഒത്തിരിയധികം സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വലിയൊരു വീടാണ്. അതൊരു പ്രീമിയം ലൊക്കേഷനാണ് കേട്ടോ. പണ്ടൊരിക്കൽ നമ്മൾ തന്നെ ഈ നന്തൻകോടിൻ്റെ അടുത്ത് ഈ സൈഡല്ല, നമ്മുടെ ക്ലിഫ് ഹൗസിൻ്റെ ആ സൈഡിലൊക്കെ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ അന്ന് സെൻറ്റിന് 50 ലക്ഷം രൂപയൊക്കെയാണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ചിട്ടുള്ള വില അതിൻ്റെ പകുതി വിലയാണ്. പെർ സെൻറ്റ് 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില. അതായത് ടോട്ടൽ 30 സെൻറ്റ് സ്ഥലവും ഈ വീട് ഉൾപ്പെടെ. അതിൽ നമുക്ക് 20 സെൻറ്റും വീടും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും, 10 സെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെ വിലയാണ് അവർ ചോദിക്കുന്നത്. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 25 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമുക്ക് ഈ സിറ്റി ബേസ് ചെയ്തൊരു ഓഫീസ് കെട്ടണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടം നമുക്ക് അതുപോലെ തന്നെ പ്രയോജനപ്പെടുത്താം കേട്ടോ. പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കെട്ടിടമാണ്. എല്ലാ കാര്യങ്ങളും വർക്കിംഗ് കണ്ടീഷനിലാണ്. ബാത്റൂമിലെ ഫിറ്റിങ്സ് ആയാലും ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആയാലും എല്ലാം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം നമുക്ക് ഇതുപോലെ ഒരു കമേഴ്സ്യൽ ആക്ടിവിറ്റിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വണ്ടികളുടെ ക്ലയൻസിൻ്റെ വണ്ടിയെല്ലാം ഈ ചുറ്റുവട്ടം തന്നെ നല്ലതുപോലെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ടാവും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും. പെർ സെൻറ്റ് 25 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില.